ലോകത്തെ അപൂർവ ഇനം നായ്ക്കളെ പരിചയപ്പെടണോ? തൃശൂർ മണ്ണുത്തിയിൽ നടക്കുന്ന കെന്നൽ ക്ലബിന്റെ ശ്വാന പ്രദർശനം കാണാനെത്താം. ഗ്രേറ്റ് ജാപ്പനീസ് നായ ഷിബ മുതൽ ഉസാമ ബിൻ ലാദനെയും ബാഗ്ദാദിയെയും വധിക്കാൻ നിയോഗിക്കപ്പെട്ട അമേരിക്കയുടെ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ ടീമിൽ ഉൾപ്പെട്ട നായയായ കെയ്റോയുടെ തനി ജനുസായ ബെൽജിയൻ മാലിന്യു വരെ പ്രദർശനത്തിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോഗ് ഷോകളൊന്നാണ് ഇപ്പോൾ തൃശ്ശൂരിൽ തുടങ്ങിയിരിക്കുന്നത്. 43ാമത് ഡോഗ് ഷോയാണ്. കനൈൻ ക്ലബ്ബാണ് അതിനെ ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിൻ്റെ സംഘാടകനായ റിട്ടയേർഡ് SP ടി ചന്ദ്രൻ IPS നമ്മോടൊപ്പം ചേരുന്നു. ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇത് 43ാമത്തെ ഷോ ആണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത്. ഓരോ ആവറേജ് 3 ഷോസ് വെച്ചാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വന്ന് ഒരു 15-16 കൊല്ലമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബായിട്ട് ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഷോ ആണ്. ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഷോസ് എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ചെയ്തിട്ട് നടത്തുന്ന ഒരു ഷോ. ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ തന്നെ ചെന്നൈ ക്ലബിൻ്റെ ഷോ ഉണ്ട്, അതേപോലെ ഹൈക്കേൻ ക്ലബ്ബ്. ഇതുവരെ തന്നെ 290ഓളം നായ്ക്കൾ വന്ന് ഷോ ചെയ്ത് തുടങ്ങി. നായ്ക്കളുടെ നടക്കാനുള്ള ഭംഗി, കാണാനുള്ള ഭംഗി, അതിന് ഓരോ നായ്ക്കും ഓരോതായ കാര്യങ്ങളുണ്ട്. ഈ ഒരു നായ എന്ന് പറഞ്ഞാൽ അതിന് ഹൈറ്റ്, ഒരു നോർമൽ ഹൈറ്റ്, അതേമാതിരി അതിൻ്റെ ഹെൽത്ത്, അതിൻ്റെ ഷോ ചെയ്തിട്ട് കാണിക്കണം. ഏതാണ് നല്ല നായ എന്നനുസരിച്ച് കണ്ടുപിടിക്കാനാണ് ഈ ടെസ്റ്റ്. അപകടകാരിയായ റോട്ട് വീലർ നായ്ക്കൾ, മെലിനോയ്സ് എന്ന് പറഞ്ഞ നായ, മെലിനോയ്സിനെ ഉപയോഗിച്ചിട്ടാണ് മറ്റേ ബിൻ ലാദനെ പിടിക്കാൻ അമേരിക്കക്കാർ പോയത്. ഡോഗ് ഷോ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ ഡോഗ് ഫെർട്ടേണിറ്റി വളർത്തുന്നതും ആൾക്കാർ തമ്മിലുള്ള സൗഹൃദം, നായ്ക്കളുടെ സൗഹൃദം മറ്റുള്ളവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല നായ്ക്കളെ കൊണ്ട് നമ്മൾ മിസ്യൂസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഇതിനകത്തില്ല. ഇത് ഏറ്റവും വില കൂടി. അപ്പം നമുക്ക് എന്തായാലും നായകൾക്ക് ഒരു മാർക്കറ്റിലൊരു വില എന്ന് പറഞ്ഞാൽ നായയുടെ പേരിനനുസരിച്ചല്ല വില, നായ വളർത്തുന്നതിൻ്റെ അനുസരിച്ചും നായയുടെ ക്വാളിറ്റി അനുസരിച്ചുമാണ് വില. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് സ്വീകറിൽ 1ാം സ്ഥാനമൊക്കെ കിട്ടിയിട്ടുള്ള നായ പണ്ട് നമ്മുടെ ഷെട്ടി മേടിച്ചിട്ടുള്ളത് 5 കോടി രൂപയ്ക്കാണ്. ഇതിൽ സോഷ്യൽ മെസ്സേജ് എന്താ വെച്ചാൽ? സോഷ്യൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനും നായകളും തമ്മിലുള്ള റിലേഷൻ ടൈം ബൗണ്ട് റിലേഷൻഷിപ്പാണ്. പണ്ട് മനുഷ്യൻ കാട്ടിൽ കിടന്ന കാലത്ത് ചെന്നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു. ചെന്നായ്ക്കളെ പോയി ചെന്നായ്ക്കളിൽ നിന്ന് നായ്ക്കളുണ്ടായത് മനുഷ്യനായിട്ട് യോജിച്ച് ഇപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കമ്പാനിയനായിട്ടാണ് നായ്ക്കൾ നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇവൻറ്റ് നിങ്ങളൊരു കമ്മ്യൂണിറ്റി തുടങ്ങാനുള്ള കാരണം? ഞങ്ങളൊക്കെ ഡോഗ് ലവേഴ്സാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ വളരെയധികം, ഞാൻ കനൽ ക്ലബ് ഓഫ് ഇന്ത്യയിലെ മെമ്പറാണ്, ഇദ്ദേഹം കനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ മെമ്പറാണ്. ഡോഗ്സ് വളരെ സർവീസ് ഓറിയൻറ്റഡ് സാധനമാണ്. അത് ഭംഗിയായിട്ട് കൊണ്ട് നടന്ന ഒരുപാട് ഉപയോഗങ്ങളുണ്ടാവും. ഏതായാലും സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നായ്ക്കൾ എത്തിയിട്ടുണ്ട്. വ്യത്യസ്ത തരം നായ്ക്കൾ, അതുപോലെ തന്നെ അവരെക്കുറിച്ച് അറിയാൻ, അവരെക്കുറിച്ച് പഠിക്കാൻ അത്തരത്തിലുള്ള വലിയ സഹായകരമായ ഒരു ഷോയാണ് ഇപ്പോൾ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി ഇത് സമാപിക്കും. റിപ്പോർട്ടർ ജയ്സൻ, റിപ്പോർട്ടർ തൃശ്ശൂർ.